ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബാൽവീർ എന്ന കാർട്ടൂണിനെ കുറിച്ചാണ്. ബാലവീർ എന്ന കാർട്ടൂണിനെ കുറിച്ച് എപ്പിസോഡ് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി എപ്പിസോഡ് 2 കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ദേവതമാരുമാണ് ശക്തി കൊടുത്ത് ബാലവീർ മേലിക്ക് അവന്റെ ദൗത്യത്തിന് വേണ്ടി കുട്ടികളെ രക്ഷിക്കാനും ദുഷ്ടദേവതകളെ നശിപ്പിക്കാനും വേണ്ടി ഭൂമിയിലേക്ക് പോയത് വരെയാണ് നമ്മൾ നിർത്തിയതിനു ശേഷമുള്ളത് പറയാം. അവൻ ഭൂമിയിൽ എത്തിയപ്പോൾ തന്നെ അവന്റെ കൺമുന്നിൽ വെച്ച് കുട്ടികളെ ചെയ്തുകൊണ്ട് പോകുന്നതാണ് അവൻ കണ്ടത്. അപ്പോൾ തന്നെ ഇടിച്ച് ആ കിഡ്നാപ്പേഴ്സിന്റെ നിലം പരിശാക്കി. തട്ടിക്കൊണ്ടു പോകാൻ വന്ന ആൾക്കാരെ ഇടിച്ച് നിലം പരിശാക്കി. എന്നിട്ട് കുട്ടികളെ രക്ഷിച്ചു. അപ്പൊ കുട്ടികൾ ചോദിച്ചു, നീ ആരാ? നീ എന്തിനാ ഞങ്ങളെ രക്ഷിച്ചത്? എന്തായാലും വളരെ നന്ദി രക്ഷിച്ചതിന് എന്ന് പറഞ്ഞു. അപ്പോൾ ബാൽവീർ പറഞ്ഞു, ഞാനാണ് ബാലവീർ, രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് സുഹൃത്തുക്കളെ. നിങ്ങളെ മാത്രമല്ല, ഈ ഭൂമിയിലെ എല്ലാ കുട്ടികളെയും രക്ഷിക്കാൻ വേണ്ടി പിറന്നവനാണ് ഞാൻ, ദുഷ്ടശക്തികളെ നശിപ്പിക്കാനും വേണ്ടി എന്ന് പറഞ്ഞ് അവൻ പറന്നുപോയി. പിന്നെ മനു മഞ്ജു എന്നു പേരുള്ള 2 കുട്ടികളുണ്ടായിരുന്നു. അവർ ഏട്ടനും അനിയത്തിയുമാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന സമയത്ത് എപ്പോഴും ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന മധു എന്നു പേരുള്ള ഒരു തടിയൻ കുട്ടിയും പിന്നെ അവന്റെ സഹായികളായി കൂടെ നടക്കുന്ന കെവിനും രോഹിത്തും 3 കുട്ടികളെയും ആ 2 കുട്ടികളെ എപ്പോഴും ഉപദ്രവിക്കും. കാരണം അവൻ തടിയൻ കുട്ടിയായതുകൊണ്ട് അവനെ നേരിടാൻ ആർക്കും പറ്റില്ല. അപ്പൊ പിന്നെ ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ബാലവീർ മുന്നിൽ വന്നു എന്നിട്ട് അവന് ഇടിമിന്നൽ ഏൽപ്പിച്ചു. ആ കെവിനെയും രോഹിത്തിനെയും പട്ടികളാക്കി മാറ്റി. അപ്പൊ ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞ് വീണ്ടും പഴയതുപോലെ ആക്കി വിട്ടു. നീ ആരാണ്? ഞങ്ങൾ എന്തിനാ ശിക്ഷിച്ചത്? ഞാൻ കുട്ടികളുടെ രക്ഷകനാണ്. അപ്പൊ ഞങ്ങളും കുട്ടികളല്ലേ, പിന്നെ ഞങ്ങൾ രക്ഷിച്ചത്. പക്ഷെ ഒരു കുട്ടി ഉപദ്രവിക്കുമ്പോൾ ചെറിയൊരു ശിക്ഷയെങ്കിലും തരണ്ടേ? പക്ഷെ നിങ്ങളെ ഞാൻ ആക്രമിക്കില്ല എന്ന് പറഞ്ഞ് മനു മഞ്ജു താങ്ക് യു പറഞ്ഞു. താങ്ക് യു. നീ ആരാ? നീന്തിനെ ഞാൻ രക്ഷിച്ചത്? ഞാൻ ബാൽവീർ പോലെയുള്ള എല്ലാ കുട്ടികളെയും രക്ഷകനായിട്ടാണ് ഞാൻ പിറന്നത് എന്ന് പറഞ്ഞ് അവൻ പറന്നുപോയി. അതിനുശേഷം സംഭവിച്ചത്, ദുഷ്ടദേവത ബാലവീറിനെ കൊല്ലാനുള്ള പ്ലാൻ ഇട്ടു. അതായത് ബാലവീറിനെ കൊല്ലാൻ വേണ്ടി കുട്ടികളെ വശീകരിച്ചു. കുട്ടികൾക്ക് ദുഷ്ടശക്തി കൊടുത്തു. അതായത് ദുഷ്ടശക്തി മാധവിനും പിന്നെ പല കുട്ടികൾക്കും ദുഷ്ടശക്തികൾ കൊടുത്തു. അപ്പോൾ അവർ ഇങ്ങനെ അവന് ഉപദ്രവിക്കുക മാത്രമല്ല, കണ്ണിക്കണ്ടൊക്കെ വലിച്ചെറിയുകയും ദേഷ്യം വരികയും അങ്ങനെയൊക്കെയായി ചെയ്തു കഴിഞ്ഞ ബാലവീറിനെ തന്നെ കുട്ടികളെല്ലാരും ബാലവീറിനെ കാണുമ്പോൾ പ്രത്യേകമായി ദേഷ്യം വരാൻ. കുട്ടികളെല്ലാരും ബാലവീറിനെ ആക്രമിക്കുമല്ലോ, അപ്പം നശിച്ചു പോകുമല്ലോ. നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് കൊല്ലാനാ? ദുഷ്ടദേവതയെ കൊല്ലാനായിട്ടല്ലേ അവൻ ജനിച്ചത്. അപ്പൊ അവനെ കൊല്ലാൻ ദുഷ്ടദേവത പ്ലാനിട്ടു. മാധവിനും ബാക്കി കുട്ടികൾക്കും അങ്ങനെ ദുഷ്ടശക്തി ദുഷ്ടമായ ജലം അവരുടെ മേൽ പ്രയോഗിച്ചു. ഇനി ബാലവീർ എപ്പിസോഡ് 3 കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അറിയാനും പിന്നെ ഇതേപോലത്തെ കാർട്ടൂൺസിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അറിയാനും സിറ്റ്കോം സീരീസുകളുടെ അപ്ഡേറ്റുകൾ അറിയാനും സീരിയലുകളുടെ അപ്ഡേറ്റുകൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ബൈ.